ഇഷ്ടം വസ്തുവല്ല വായിച്ചതുമല്ല. വസ്തു എവിടെ കിടക്കുന്നത്? ഖുറാൻ, നിങ്ങൾ ഖുറാനിലൊന്ന് വായിച്ചോക്കെ എവിടെയാണ് വസ്തു എന്നുള്ളത്. ഒരു ആത്മാവിൽ നിന്നാണ് സ്ത്രീയും പുരുഷനെ മനുഷ്യരെല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഖുറാൻ പറയും. ഖുറാൻ 4:1. അതങ്ങനെ വസ്തു അല്ലപ്പോൾ പുരുഷൻ വസ്തു ആവണ്ടേ? എന്ത് മേന്മയാണ് കൊടുത്തേക്കുന്നത്? സ്ത്രീയെ കാട്ടി എന്ത് മേന്മയാണ് പുരുഷന് കൊടുത്തേക്കുന്നത്? ഈ ഒരു കാര്യത്തിൽ നിയന്ത്രണാധികാരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി അവിടെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? രണ്ടും ഒരു ആത്മാവിൽ നിന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എത്രയിടത്ത് അവർ രണ്ടൊരു ഈക്വലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബം ഒരു യൂണിറ്റാന്ന് പറയുമ്പോൾ മാത്രം നിയന്ത്രണാധികാരം കൊടുത്തു എന്നല്ലാതെ ബാക്കി എല്ലാ ലെവലും സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് ചർച്ച നടന്നിരുന്ന ആ 6-ാം നൂറ്റാണ്ടിലാണ് ഖുറാനിൽ ഇത് ഇറങ്ങുന്നത്. ഒരു ആത്മാവിൽ നിന്നാണ് നിങ്ങൾ രണ്ടുപേരെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ത് വലിയ വിപ്ലവം ആലോചിക്കും. ആ കാലത്ത് യൂറോപ്പിലുള്ള ചിന്തകന്മാർ തമ്മിൽ ചർച്ച നടക്കുകയാണ്. ഇത് സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ആണോ, അതിന് ആത്മാവുണ്ടെന്ന് ഡിബേറ്റ്സ് നടക്കുന്ന കാലമാണ്. മുഹമ്മദ് നബി സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ ആ രീതിയിലല്ല പറയേണ്ടത്, അവരുടെ രീതിയിലല്ലേ സംസാരിക്കേണ്ടത്. ഇതിന് നേരെ ഘടകവിധമായിട്ട് ഇന്നത്തെ ഒരു വലിയ പരിഷ്കാരി അല്ലെങ്കിൽ ഏറ്റവും വലിയ വിപ്ലവവാദി സംസാരിക്കുന്ന രീതിയിലാണ് അവർ ഒരാത്മാവിൽ നിന്നാണ് ഞാൻ സംരക്ഷിച്ചിരിക്കുന്നത്, ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ അവർ അന്യോന്യം വസ്ത്രങ്ങളെ പോലെയാണ് അവർ പാരസ്പര്യം. അതായത് സ്ത്രീ പുരുഷന്റെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവിനെ മറയ്ക്കും, നമ്മളെ നല്ല സുന്ദരനായിട്ട് കാണിക്കും. ഇതെല്ലാം വസ്ത്രത്തിന്റെ മേന്മകളാണ്. അങ്ങനെ പരസ്പരമാണെന്ന് പറയുന്നത്. ഒരു ഭാര്യ ഭർത്താവിന്റെ എന്താണ് അവന്റെ സംരക്ഷിക്കണം, അവനെ ഭാര്യ കാരണം ഭർത്താവിന് നല്ല സുന്ദരനായിട്ട് കാണണം എന്ന് വെച്ചാൽ അത് വസ്ത്രം ചെയ്യുന്ന അതെല്ലാം ചെയ്യണം. അതവർ തിരിച്ചും പരസ്പരം നിങ്ങൾ രണ്ടുപേരും വസ്ത്രങ്ങൾ പോലെയാണ് എന്ന് പറയുന്നത്. നല്ല രണ്ടുപേരും ഒരാളെ കാരണം മറ്റേ ആൾ വളരെ നന്നായിട്ട് കാണപ്പെടണം. അത് ഖുറാനിലെ 2:187 കാണാം. നിങ്ങൾ രണ്ടുപേരും കൂടിച്ചേർന്ന് കലർന്നിരിക്കുന്നു എന്ന് ഖുറാൻ 4:21 കാണാം. വസ്തുവാണെങ്കിൽ എങ്ങനെ കൂടി കലരുന്നത്? വസ്തു അല്ലാത്തൊരു മേന്മയുള്ള ആളാണെങ്കിൽ കൂടി കലർന്നത് എങ്ങനെയാണ്? രണ്ടുപേരും കൂടി കലർന്നിരിക്കുന്നു, ഒരേപോലെ ആൾക്കാരാണ് എന്ന് പറയുന്നു. രണ്ടുപേരും നിങ്ങൾ മിത്രങ്ങളാണ്, ഫ്രണ്ട്സാണ്. വസ്തുവാണെങ്കിൽ എങ്ങനെ പറയുന്നത്? ഇതൊക്കെ വസ്തുവിന് ഖുറാന്റെ 9:71 നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരെ പോലെ ആയിരിക്കണം, പാരസ്പര്യം വേണം എന്നൊക്കെ എത്ര ഇടത്ത് ഖുറാൻ ജസ്റ്റ് കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇവർക്ക് അതൊന്നും കേൾക്കണ്ട. അത് ഇവർ വ്യാകരണത്തിൽ പറയും വസ്തു എന്ന് പറഞ്ഞാൽ വസ്തു എന്ന് കേട്ടോളൂ. എവിടെ പറയും വസ്തു ഖുറാനിൽ എവിടെയാണ് വസ്തു? നിയന്ത്രണം തന്നിരിക്കുന്ന പറഞ്ഞാൽ വസ്തുവാണ്. മഹർ വരെ സംരക്ഷണത്തിൽ കൊടുത്താൽ വസ്തു എന്നാണ്. നിങ്ങളാക്കിയെടുക്കുന്നതാണത്.